പി രാമചന്ദ്രൻ്റെ ഒരു കവിത പറയാം. കടലെന്നൊരു വാക്കിനുള്ളിലുണ്ട് അതിവിസ്തൃതമായ വൻകര, പശുവെന്നൊരു വാക്കിനുള്ളിലും ഇരതേടി അലഞ്ഞിടും പുലി. പി രാമചന്ദ്രൻ എഴുതിയ കാലത്ത് ക്ലാസ് മുറിയിലൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. പശുവെന്നൊരു വാക്കിനുള്ളിലും ഇരതേടി അലഞ്ഞിടും പുലി. ഇപ്പം പറയണ്ട, സാറ് പറയുമ്പോൾ തന്നെ കുട്ടി തിരിഞ്ഞിങ്ങോട്ട് പറയും. അവസാനത്തെ വാക്ക് പുലി എന്നല്ലേ അറിയാം. അത്ര വിശദീകരിക്കേണ്ടാത്ത വിധം നമ്മൾ അനുഭവത്തിൻ്റെ രഥത്തിലേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശാകുന്തളത്തിൽ പറയുന്ന പോലെ രഥം മുന്നോട്ട് പോവുകയാണോ കൊടി പിന്നോട്ട് പോവുകയാണോ, ആകെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ചില വാക്ക് കുളം പഠിച്ചു പോവും, ചിലതോ കൂർത്ത നഖങ്ങളാർത്തിടും, തിരമാല തകർന്നൊടുങ്ങവേ തെളിയും പാറകളെന്ന മാതിരി, ചില വാക്കുകൾ ഉച്ചരിക്കുകിൽ വെളിവാകും പൊരുൾ മൗനമായിടാവും. 950 ഹിന്ദു മഹാസഭയ്ക്ക് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. സവർക്കറുടെ ഭരണഘടനാ സങ്കല്പത്തിന് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ഗോൾവാൾക്കറുടെ തത്വചിന്തയ്ക്ക് അന്ന് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അതിനെ അടിച്ചു പൊളിച്ചിടുന്ന തത്വചിന്തകൾ ഇവിടെ പ്രബലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇന്ന് അന്ന് മാറ്റിവെച്ച സാധനങ്ങൾ വിശിഷ്ടമായ കേക്കുകളായി നമ്മുടെ ടേബിളിൽ നിരന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനതിന് ഏകാത്മ മാനവ ദർശനം എന്ന ദീനദയാൽ ഉപാധ്യായയുടെ രേഖയിൽ നിന്നൊരു ഭാഗം പറയാം. ഈ ദീനദയാൽ ഉപാധ്യായ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏകാത്മ മാനവ ദർശനത്തിന് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വാക്യം ഇങ്ങനെയാണ്: ഭരണഘടനാ പ്രകാരം ഭാരതത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരം മൗലികമായിട്ടുള്ളതും കേന്ദ്രാധികാരം അതിൻ്റെ ആകത്തുകയായിട്ടുള്ളതുമാണെന്ന് കാണാം. അങ്ങനെയാണ് ഭരണഘടന ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പുള്ളി പറയുന്നത്. ഇത് സത്യത്തിന് വിപരീതമാണ്. ഫെഡറലിസം സത്യത്തിന് വിപരീതമാണ്. ഭാരതത്തിൻ്റെ ഏകതയുടെയും അഖണ്ഡതയുടെയും ധാരണയ്ക്ക് വിരുദ്ധമാണ്. അതിന് ഭാരതമാതാവിൻ്റെ സജീവവും ചൈതന്യവത്തുമായ സങ്കല്പമില്ല. അപ്പോൾ ഭരണഘടന ഭാരതമാതാവിൻ്റെ രേഖയല്ല എന്നാണ് ഏകാത്മ മാനവ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണഘടനയുടെ 1-ാം വകുപ്പ് പ്രകാരം ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം രാജ്യങ്ങളുടെ ഒരു സംഘമായിരിക്കും. ഇത് പരിഹാസ്യമായ ഒരു സങ്കല്പമാണ്. നിയമത്തിന് ആധാരഭൂതമായ പ്രാകൃതികവും ആദിരൂപവുമായത് ഏതാണോ അതാണ് എല്ലാ വസ്തുക്കളുടെയും നിർണായകത്വം. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രം ഒരു പൊയ്യാണെന്നാണ് ഏകാത്മ മാനവ ദർശനം പറയുന്നത്. നിങ്ങൾ കാണുന്ന ഇന്ത്യ അല്ല ഒറിജിനൽ ഇന്ത്യ, വേറൊരു ഇന്ത്യയുണ്ട്. അത് കാണാൻ നിങ്ങൾക്കെല്ലാവർക്കും പറ്റില്ല, ഞങ്ങൾക്ക് ചിലർക്ക് മാത്രമേ പറ്റൂ എന്നത് സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടാണ് ഒരു സമാധി ഉണ്ടാവുന്നത്. എൻ്റെ വീട്ടിനടുത്താണ്. അതെങ്ങനെ പറയും? എൻ്റെ അയൽക്കാരനാണ്. ഇവിടെ ആര് പറയുന്നതിനേക്കാളും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആധികാരികമായ അവകാശം എനിക്കുണ്ട്. കാരണം എത്രയോ വർഷമായി ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കുറേ കാലമായി ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട്. ഇതൊരു ആർക്കിടൈപ്പൽ രാഷ്ട്രസങ്കല്പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ആ വിഷയത്തെ കാണുന്നത്. സത്യത്തിൽ ഇതാണ് സനാതനധർമ്മത്തെക്കുറിച്ചിട്ടുള്ള ആലോചനയിലും ഇത്തരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. ഇത് സത്യത്തിൽ നെഹ്റു പൊളിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം മാത്രം തുറന്ന് വായിച്ചാൽ മതി, ആ വിഷയത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകും. പുരാതന മതം എന്നർത്ഥമുള്ള സനാതനധർമ്മം എന്ന പദം പുരാതന ഇന്ത്യൻ മതങ്ങളിൽ ബുദ്ധമതവും ജൈനമതവും ഉൾപ്പെടെ ഏതിനെ സംബന്ധിച്ചും പ്രയോഗിക്കാം. അപ്പോൾ സനാതന ധർമ്മം എന്നുള്ളത് എവിടെ എടുത്ത് ഉപയോഗിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് വർണ്ണാശ്രമധർമ്മത്തിൽ എടുത്ത് പ്രയോഗിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തെ എടുത്തിട്ടാണ് ചാതുർവർണ്ണയത്തിൽ അത് പ്രയോഗിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തെ എടുത്തിട്ടാണ് ആദിമമായ അപൗരേഷയമായ വേദങ്ങൾക്കകത്ത് സംപൃക്തമായി കിടക്കുന്ന സനാതനമായ ധർമ്മം എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ആ പ്രയോഗത്തെ പുരാതന മതത്തിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ഹിന്ദുക്കളിൽപ്പെട്ട ചില പൂർവാചാര വിഭാഗങ്ങൾ തങ്ങളുടെ കുത്തകയാക്കിയിരിക്കുക. അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിന് പകരം ഹിന്ദു എന്നോ ഹിന്ദു മതം എന്നോ പറയുന്നത് വിദൂര ഭൂതകാലത്തെക്കുറിച്ചായാൽ പോലും പുരാതന ഗ്രന്ഥങ്ങളിൽ നിക്ഷിപ്തമായ വിവിധ വിചാരഗതികളാണ്. അതിന് എത്ര സംസ്കാരത്തിൻ്റെ പ്രകാശമായിരുന്നാലും അത് ഇക്കാലത്ത് ആശാസ്യമല്ല. ഇത് നെഹ്റുവിൻ്റെ നിലപാടാണ്.
ഈ നിലപാടിന് ഇന്ന് ഒരു സ്വീകാര്യത ലഭിക്കുന്നില്ല. നെഹ്റൂവിയൻസ് പോലും ഈ നിലപാടിനെ എടുത്തു പറയുന്നില്ല. ആ നെഹ്റൂവിയൻസാണ് ഇന്ന് ഈ സനാതനധർമ്മം ആണോ അല്ലയോ എന്നുള്ള ഡിബേറ്റിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ആളാണ്, ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ആളാണെന്ന വാദത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ നെഹ്റുവിനെ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ തുടരുന്നൊരു വാക്യമുണ്ട്, നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷ്ട കലസിത. അപ്പോൾ ഗുരു സംസ്കൃതം പറഞ്ഞു, സാൻസ്ക്രിറ്റൈസേഷനാണ്. സത്യത്തിൽ ഗുരു ഇതിനകത്ത് പറയുന്ന സാധനം ഭയങ്കര പൊളിറ്റിക്സ് ഉള്ളതാണ്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നുണ്ടല്ലോ, സമാധിയിലേക്ക് എത്തിച്ചേരുന്ന പടവുകളെക്കുറിച്ച് പറയാം. ഗോപണ്ണൻ്റെ സമാധിയല്ല, മണിയണ്ണൻ്റെ സമാധിയല്ല. അത് ഗോപണ്ണനിൽ നിന്ന്, അങ്ങനെയാണ് ഞാൻ മണിയണ്ണനിൽ നിന്നല്ല ഇത് പഠിക്കേണ്ടത്, മണിയണ്ണനിൽ നിന്നല്ല ഞാനിത് പഠിച്ചത്. ഞാൻ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പുസ്തകം വായിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. മണിയണ്ണൻ്റെ മോൻ്റെ ഒന്നും അല്ല ഞാൻ പഠിച്ചത്. മണിയണ്ണൻ്റെ മോൻ അതിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നിങ്ങൾ ആ ഇത് കണ്ടാലറിയാം, ഇത് അദ്ദേഹം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഈ പുണൂലിങ്ങനെ പിടിക്കുന്നുണ്ട്, ഇത് ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്ന് അറിയാൻ വേണ്ടി ഇടക്കിടയ്ക്ക്. പുള്ളി തന്നെയല്ലേ പുണൂലിങ്ങനെ പിടിക്കുന്നുണ്ട്. ഈ പുണൂലിനെ കുറിച്ച് സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സ്വാമി ഗുരു തന്ത്രം പഠിപ്പിക്കാൻ ഒരാളെ വാരാണസിയിൽ വിട്ടല്ലോ, ശങ്കു സ്വാമിയാണെന്ന് എൻ്റെ ഓർമ്മ, പേര് ഞാൻ മറന്നത്, ശങ്കരസ്വാമി. പുള്ളി തിരിച്ചു വന്നതിന് ശേഷം കുട്ടികളെ ഈ തന്ത്രവിദ്യയൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുള്ളി പൂണൂല് ഊരുന്നില്ല. അപ്പോൾ സ്വാമി ചോദിച്ചു, ഇതെന്താ ഇത് പൂണൂല്? അല്ല, അത് ഊരാൻ പറ്റത്തില്ല, ഇടക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, കാരണം ഇതിങ്ങനെ. അപ്പോൾ ഗുരു പറയുന്നുണ്ടല്ലോ, കൊള്ളാം കിടക്കട്ടെ, താക്കോൽ കൂട്ടം തൂക്കിയിടാൻ നല്ലതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അനേകം താക്കോൽ കൂട്ടങ്ങൾ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ചരടിനെ ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നമുക്ക് ടെലിവിഷനിൽ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നല്ല ഞാനിത് പഠിച്ചത്. നിത്യാനിത്യ വസ്തു വിവേകം, വൈരാഗ്യം, ശമാധി ഷൾക്കം മുതലായ പടവുകളൊക്കെ ചവിട്ടി കയറി മുമുക്ഷുവായി നിർവ്വാണത്തിൽ എത്തിച്ചേരുന്ന പടവിനെക്കുറിച്ച് ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു ചരിത്രമുണ്ടായിരുന്നു. ഇതാർക്കാണ് സാധ്യമാവുക? അത് പൂണൂലുള്ളവർക്ക് സാധ്യമാവും. ഇതാർക്കാണ് സാധ്യമാവുക? അത് ബ്രാഹ്മണർക്ക് മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം എന്നത് പുരുഷ സൂക്തമനുസരിച്ച് ഉപരിതലത്തിൽ ജനിച്ചവർക്ക് മാത്രമേ എന്നാണല്ലോ ഹൈറാർക്കി. ഗുരു പറഞ്ഞ അങ്ങനല്ല. ശമാധി ഷൾക്കത്ത് നിത്യാനിത്യ വസ്തു വിവേകോതി നിതരാം നിർവേദമാപദ്യ സദ് വിദ്വാനത്ര ശമാധിഷ്ട കലസിത. പഠിച്ചവർക്ക് ഇത് നേടാമെന്നാണ്. വിദ്യാഭ്യാസമാണ് നിങ്ങൾ പറയുന്ന നിർവ്വാണം എന്നൊരു സാധനമുണ്ടെങ്കിൽ ആ സാധനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടവ് എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഈ തത്വത്തെ എന്നിട്ടും മനസ്സിലാവാത്തവർ ഇപ്പോഴും ആ പഴയ സ്ലേവറിയിൽ കിടക്കുന്നത് കൊണ്ടാണ്, അടിമത്തത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. മണിയണ്ണനെ നമുക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തൊട്ടാൽ പവിത്രത പോവും എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന്, അയാൾക്ക് സമാധി എന്താണെന്നറിയില്ല, സമാധി എന്നുണ്ടെങ്കിൽ അതറിയില്ല, നിർവേദത്തെക്കുറിച്ച് അറിയില്ല, കുണ്ടലിനിയെക്കുറിച്ച് അറിയില്ല, ഇതൊന്നും വായിച്ചിട്ടില്ല, ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട്. ഈ കേട്ടിട്ടുള്ളതിൻ്റെ ഒരു ആലോചനയിൽ നിന്ന് അപ്പനെ നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കണ്ടേ? വേണ്ട, കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, ആര് പറഞ്ഞാലും ശരി, ഞാൻ കോടതിയിലേക്കല്ല, എന്നെ നയിക്കുന്ന ചില ആളുകളുണ്ട്, ഞാൻ അവിടേക്ക് നോക്കുമെന്ന് പറയണത് ഈ സവർക്കറുടെ ഭരണഘടനയിലേക്കാണ് ഞാൻ നോക്കുക, അതല്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കല്ല എന്ന് പറയുന്ന മാറിയ ഒരു പരിതസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ചരിത്രബോധമില്ലാത്ത, ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ ബോധമില്ലാത്ത, ഇപ്പോഴും ആ അടിമത്തത്തിൻ്റെ ചാലിൽ കിടക്കുന്ന ജനതയും അങ്ങനെ അല്ലാത്ത ഒരു ജനസമൂഹവും തമ്മിലുള്ള സത്യത്തിൽ ആശയ സംഘർഷത്തിൻ്റെ ഒരു വർത്തമാന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ആശയ സംഘർഷത്തിൽ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഡെമോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആനന്ദ് തെൽത്തുംഡയുടെ ദ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡയലക്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിനെ ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. ഇയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യയുടെ സാമൂഹിക ഘടന, വളരെ കാലം ഒരേ നിലയിൽ സ്റ്റേബിളായി പോയ സാമൂഹിക ഘടന രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ വെച്ച് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിലൊന്ന് മുഗളന്മാർ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ്. മുഗൾ എന്ന വാക്കല്ല അയാൾ ഉപയോഗിക്കുന്നത്, ഇസ്ലാം എന്ന വാക്കാണ്. ഇസ്ലാം coupled with material opportunities created by the advanced feudalism that the rulers brought
caused artisanal and laborious caste to migrate in large numbers to the new urban. This made a demographic threat to the ordained social world of Brahmanism. വളരെ കാലമായി ഇവിടെ നിന്ന ബ്രാഹ്മണിക്കൽ ഹെജിമോണിയുടെ ക്ലാസ് സ്ട്രക്ചറിനെ തകർക്കാൻ, ഒരു പുതിയ വർഗഘടന രൂപപ്പെടുത്താൻ ഇസ്ലാമിക് ഇൻവേഷൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇസ്ലാമിക് ഇൻവേഷൻ ഇന്ത്യയുടെ ഒരു രൂപയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് DC ഗുപ്തയുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ വിഭവശേഷി, ഇന്ത്യയുടെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത് കൊളോണിയൽ ഇൻവേഷനോട് കൂടിയിട്ടാണ്, എസ്പെഷ്യലി പോർച്ചുഗീസുകാരുടെ കടന്നുവരവോട് കൂടിയിട്ടാണ്. ആ കടന്നുവരവ് ഒരു പുതിയ തരം സ്ലേവറിക്ക് കാരണമായി തീർന്നു. ഈ രണ്ടാമത്തെ കാരണത്തെ തെൽത്തുംബെ പറയുന്നത് ലേറ്റർ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളേഴ്സ് brought in multi-dimensional changes in terms of modernization, urbanization and industrialization. അത് ആധുനികതയിലൂടെ, ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ, അത് അർബനൈസേഷനിലൂടെ ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ വീണ്ടും തകർത്തു. ജാതികൾക്ക് പുറത്തു വരാൻ കഴിയുന്ന ഒരു സോഷ്യൽ സ്പേസ് അതുണ്ടാക്കി. ഈ യാഥാർത്ഥ്യത്തെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്, ആകയാൽ നമ്മുടെ ഗുരു അവരാണ്. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അതെങ്ങനെ ഗുരു? ഒരാൾക്ക് സന്യാസം തരുന്നത് അങ്ങയുടെ ഗുരുവല്ലേ, ഗുരുവാണല്ലോ ഗുരുവിന് കൊടുക്കുന്നത്. അപ്പോൾ സ്വാമി പറഞ്ഞ മറുപടി, രാമൻ്റെ കാലത്ത് ശൂദ്രാദികൾക്ക് പോലും തപസ്സനുഷ്ഠിക്കാൻ അധികാരമില്ലെന്നാണല്ലോ. ഇതിപ്പോൾ സ്വാമി പറയുന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നു, നമ്മൾ മാത്രമേ കേൾക്കാനുള്ളൂ. പക്ഷേ ഇന്നലെ ഒരു സ്വാമി എൻ്റെ വീടിനടുത്ത് വന്നല്ലോ, ലോകം മുഴുവൻ കണ്ടല്ലോ, ഒരു തൃശ്ശൂലൊക്കെ പിടിച്ചിട്ടൊരു സ്വാമി. ആ സ്വാമി വേറൊരു സ്വാമി സമാധി ഇരുത്താനാണല്ലോ വന്നത്. ആ സ്വാമി പറയുന്നത് ഇത് യുഗം വേറെയാണ്. ആദ്യത്തെ യുഗത്തിൽ തപസ്സിന് ശൂദ്രർക്ക് അധികാരമില്ല, അതിനടുത്ത യുഗത്തിൽ ആർക്കും തപസ് ചെയ്യാം. ഇപ്പം പിന്നെ അതും കഴിഞ്ഞ് കുറേ കൂടെ ലൂസായിട്ടുണ്ട്, ആർക്കും തപസ് ചെയ്യാം. ഇതിങ്ങനെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്താ പറഞ്ഞാൽ സനാതനമാണ് ധർമ്മം, പക്ഷേ മാറ്റാവുന്നവർക്കത് മാറ്റാം. അതിന് യുഗം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കെടുത്തിട്ട് കൊടുത്താൽ മതി. അത് ശ്രീനാരായണ ഗുരു അതും പറഞ്ഞിട്ടുണ്ട്. ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന വർണ്ണാശ്രമ ധർമ്മമല്ല, അത് ചാതുർവർണ്ണയമല്ല. സത്യം, ധർമ്മം, ദയ, നീതി മുതലായ പ്രയോഗങ്ങൾ എല്ലാ കാലത്തും വാല്യുവബിൾ ആണ്. ആകയാൽ അവ സനാതന ധർമ്മമാണ് എന്ന് അശോകൻ ചരുവിൽ മാഷ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇത് ഇട്ടിരുന്നു. അത് ആ അർത്ഥത്തിലാണ് ഗുരു 1921 ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന 4 വാക്കുകൾ, മലയാള വാക്കുകൾ ക്ഷേത്രപ്രതിഷ്ഠ നടത്തി. 4 മലയാള വാക്കുകൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെച്ചു. സത്യം, ധർമ്മം, ദയ, നീതി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വേർഡ്സിനെ, ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട 4 വാക്കുകളെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമെല്ലാം മാറിയിട്ട് വീണ്ടും തൃശ്ശൂലം പിടിച്ചിട്ട് അതൊന്നുമല്ല, നിങ്ങൾ കാണുന്നതൊക്കെ ഒരു ഇല്യൂഷനാണെന്ന്. ഇപ്പോൾ മാഷിൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഈ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റി എന്ന് പറയും. ഇതിലേതാണ് റിയാലിറ്റി, ഇതിലേതാണ് ഇല്യൂഷൻ എന്നറിയാത്ത ഒരു സാമൂഹിക കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സാമൂഹിക കാലാവസ്ഥയെ എത്നോക്രസി എന്നും വിളിച്ചാൽ പോരാ, ഇറ്റ്സ് എൻ ഇല്ലീഗൽ ഡെമോക്രസി. ജനാധിപത്യം ആർക്കും എന്ത് തോന്നിയവാസവും ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് പറയുന്നൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ സത്യത്തിൽ ഇന്ത്യൻ ഫണ്ടമെൻ്റലിസം അതിൻ്റെ വേദികൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ സവർക്കർ പക്ഷിയുടെ മണ്ടേ കയറിയിരുന്ന് പോയി എന്നൊക്കെ പിള്ളേർ പഠിക്കുന്നത്. കേരളത്തിലാണ് അത് പഠിക്കാത്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഗുജറാത്തിലൊരു പാഠപുസ്തകത്തെക്കുറിച്ച് ദിനാനത്ത് ബത്രയുടെ ഒരു പുസ്തകത്തിലൊരു പാഠം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതിങ്ങനെയാണ്, ഡോക്ടർ S. രാധാകൃഷ്ണൻ ഒരിക്കൽ ഒരു കല്യാണ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സായിപ്പ് വന്നു, ഇറ്റ്സ് എ ബ്രിട്ടീഷ് മാൻ. അയാൾ പറയുകയാണ്, വി ആർ വെരി ഡിയർ ടു ഗോഡ്, ഞങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത മനുഷ്യരാണ്. അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു, അതെങ്ങനെ? രാധാകൃഷ്ണൻ പറഞ്ഞു, ദൈവം ഉറട്ടിയുണ്ടാക്കി. റൊട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് റൊട്ടിക്ക് മലയാളം ഉറട്ടി എന്നാണ് പറയാം. അതിപ്പോൾ ആദ്യത്തത് നേരെ വെന്തില്ല, അതാണ് ബ്രിട്ടീഷുകാർ. രണ്ടാമത് എല്ലോളം കരിഞ്ഞുപോയി, അത് സുരാജിൻ്റെ വാക്ക്, എല്ലോളം കരിഞ്ഞുപോയി, അതാണ് നീഗ്രോകൾ. മൂന്നാമത്തത് ലക്കിന് പ്രോപ്പറായിട്ട് ഉറട്ടിയായി മാറി, അതാണ് ഇന്ത്യക്കാർ. ഇതാ പിള്ളേരെ പഠിപ്പിക്കുക സാറേ. പ്രധാനമന്ത്രിയാണ് ഡോക്ടർമാരെ നിരത്തി ഇരുത്തിയിട്ട് ചോദിക്കുന്നത്. 2014 നമ്മളത് കേട്ടിട്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ആദിപുരാതന കാലം മുതൽ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഗണപതി. ഡോക്ടർമാരോട് ആം ഐ ട്രൂ? യെസ് യെസ്. ഇവരൊക്കെ ഏത് ഡോക്ടർ? ഇതിൽ ആരാണ് ഡോക്ടർ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ന്യായമായൊരു സംശയം നമ്മുടെ നാട്ടിലൊരു കുട്ടിക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പം പണ്ട് പോലെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടെങ്കിൽ ഇപ്പം ഒരാനത്തല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരാം. ജീവൻ വേണം, അപ്പോൾ അവിടെ വെച്ച് കൊണ്ടുവരാം, എന്നിട്ടൊരു ശരീരവും കൂടെ തരാം. കിംസൊക്കെ നല്ല സാധ്യത. കിംസ് ഇസ്രായേലിൻ്റെ കയ്യിലായി. പഴയ മുതലാളിത്തമൊക്കെ പോയി. ഇപ്പോൾ ഇസ്രായേലാണ് അത് നിയന്ത്രിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ അല്ലേ, ശരിയാണ്. ഇസ്രായേലി കമ്പനിയാണ് ഇപ്പോൾ വാങ്ങിക്കുക. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മൾ ഗാസയ്ക്ക് വേണ്ടിയിട്ട് വലിയ പ്രൊട്ടസ്റ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാം നല്ല മെച്ചപ്പെട്ട പ്ലാസ്റ്റിക് സർജറി സാധനമുണ്ട്. അപ്പോൾ ഒരു വശത്തത് പറയുമ്പോൾ അത് അംഗീകരിക്കുകയും മറുവശത്ത് കാനനങ്ങളിൽ ഹരൻ കളിറുമായി കരുണിയായി കാർന്നെടും കണ്ണുമ വിളയാടി നടൻ്റെ ആനനം വടിവുറ്റാന വടിവായി അവതരിത്താതിയെ നല്ല വിനായകൻ എന്നൊരമലനെ കഷ്ടപ്പെട്ട് പഠിച്ചതാവുണ്ട്. ഭഗവാൻ ശിവൻ പാർവതിയുമായി ആനരൂപത്തിൽ കാട്ടിൽ വിഹരിച്ച കാലത്ത്, ടീച്ചറൊക്കെ രാമേര്യത്തിൽ ആ ശ്ലോകം പഠിക്കാൻ നമ്മൾ കുത്തിയിരുന്ന് പഠിച്ച വിഹരിച്ച കാലത്ത് കാനനങ്ങളിൽ വിഹരിച്ചിട്ട് ഇപ്പോൾ ആനരൂപത്തിൽ അവതരിച്ച ആദി വിനായകൻ എന്നൊരമലൻ. വിനായകോ വിഘ്നരാജ ദ്വൈമാധുര ഗണാധിപൻ. നമ്മളതൊക്കെ പഠിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക. പാവം ഗണപതി. നിത്യേതന്യതിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ ഈ ആനക്കൊമ്പെന്ന് പറയണത് ആനയുടെ കൊമ്പല്ല, ഈ മൂക്കെന്ന് പറയണത് ആനയുടെ തുമ്പിക്കൈയല്ല, അത് ഭക്തിയുടെ അപാരമായ സ്പേസിൽ ഘ്രാണശക്തിയുടെ സിമ്പലാണ്. ഇപ്പോൾ ഈ കുംഭ ഞാൻ വിചാരിച്ചത് പണ്ട് തിന്നു നിറഞ്ഞിരി അല്ല, അത് ഉണ്ട് നിറഞ്ഞവൻ്റെ സിമ്പലാണ്. ഉണ്ട് നിറഞ്ഞവനെ ഉരുള കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തികവിൻ്റെ പൂർണ്ണരൂപമായ ഗണപതിയെ ആരാധിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മിത്തോളജി. മിത്ത് ഈസ് സെക്കൻഡ് ഓർഡർ ഓഫ് ലാംഗ്വേജ് എന്നാണ് ഭാരതത്തിൻ്റെ ഭാഷയിൽ. മിത്തെന്ന് പറഞ്ഞാൽ പരിഹസിക്കലല്ല. നമുക്ക് ചില കാര്യങ്ങളെ സാമാന്യ വാക്യത്തിൽ പറയാൻ പറ്റില്ല. കർത്താവ് ഗലീല കടപ്പുറത്ത് നിന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഉപ്പ് ചാക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ വെയിലുകൊണ്ടാ നമ്മൾ ഉരുകി പോകത്തില്ല. ഉപ്പാണ് എന്നത് ഉവർപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ രുചിയാണ് എന്നതിനെ ONV കുറുപ്പ് കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ മിത്ത്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഓഫ് ലാംഗ്വേജ്. ഈ കാബ ഷെരീഫ് എന്ന് പറയുന്ന ആ ട്രയാങ്കുലർ, സത്യത്തിൽ ക്യൂബ് എന്നാണ് കാബയുടെ അർത്ഥം. ക്യൂബ് ഷേപ്പിലിരിക്കുന്ന കാബ. ഈ കാബയുടെ ഷേപ്പിലാണ് അരുവിപ്പുറം ക്ഷേത്രം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും കാബയുടെ സ്ട്രക്ചറിൽ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ. ഈ കാബയ്ക്കകത്ത് തൂക്കിയിട്ടിരിക്കുന്ന 13 കലങ്ങൾ, ദിസ് എ മിത്ത്. ഈ 13 കലങ്ങൾ എന്താണ്? അവിടെ ഇരിക്കുന്ന തൂണെന്താണ്? ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്നവ, ഇത് ഓൾ ആർ മിത്ത്. ഇത് പറഞ്ഞതിന് നമ്മളെ ഇനി പറയാനൊരു കാര്യം ബാക്കിയില്ല. ഇവിടെ നിന്നിട്ട് പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അവർക്കൊരു പരാതിയില്ല എന്ന് പറഞ്ഞാൽ ആ സ്ലേവറിയുടെ അബോധമായ കാര്യവിചാരണ ഗൗരവം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ രണ്ട് തലച്ചോറുകളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു വർത്തമാന കാലാവസ്ഥയാണ് സത്യത്തിൽ. ഇത് ഇല്ലോജിക്കൽ എന്നാണോ അതല്ല ഇല്ലീഗൽ എന്നാണോ ഇനി ഡെമോക്രസിയെ വിളിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തേതും ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതൊരു ടോട്ടൽ ഇന്ത്യൻ, ഒരു പാൻ ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ചാണെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാം മുഴുവട്ടന്മാരായിരുന്നല്ലോ. അല്ല, ആയിരുന്നു, ആണ്, സംശയമുണ്ടോ? ആയിരുന്നു. ഇവിടെ മനുഷ്യൻ അങ്ങോട്ട് കണ്ടാൽ മിണ്ടില്ല, തൊടത്തില്ല, കുടിക്കത്തില്ല, ഇരിക്കത്തില്ല, നടക്കത്തില്ല. ഇത് എനിക്ക് 1920കളുടെ ഘട്ടത്തിലാണല്ലോ 10-60 പേരെ 10-100 പേരെ എന്ന് വാക്കുകൊണ്ട് 10-200 പേരെ. ഞാൻ ആ വിജ്ഞാനവർദ്ധിനി സഭയിൽ പോയിരുന്നു. ഒരുമിച്ചിരുന്ന് നമുക്ക് ചോറ് കഴിക്കാൻ അളിയാന്ന് പറഞ്ഞപ്പോൾ ആ അളിയ മച്ചമ്മി ഞാനും ഉണ്ടറാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വന്നു. വിളിച്ചിരുത്തി ആളുകളെ കണ്ടപ്പോൾ എല്ലാം ഓടിക്കളഞ്ഞു. അവസാനം അയ്യപ്പൻ ഉൾപ്പെടെ 4-5 പേര് മാത്രമേ ഉള്ളൂ. ആ ചോറ് കഴിച്ചതിൻ്റെ പേരിൽ അയ്യപ്പനെ വിളിക്കാനൊരു തെറിയില്ല. അപ്പോൾ അയ്യപ്പൻ ശ്രീനാരായണ ധർമ്മത്തെ തെറ്റിച്ചു എന്ന് വിജ്ഞാനവർദ്ധിനി സഭ പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, കർത്താവിനെ പോലെ ക്ഷമിക്കണം. ഇവന്മാരെല്ലാം നിന്നെ എറിയും. ആ ഭ്രാന്താലയത്തിനെ ചികിത്സിച്ച് നമ്മൾ ഒരു മട്ടാക്കി വെച്ചു. വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ച്. തിരിച്ച് ഈ കേരളത്തെ ഭ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് സത്യത്തിൽ നമ്മുടെ ജനാധിപത്യ കാലാവസ്ഥ ഇതിൽ കൂടുതൽ ലളിതമായിട്ട് ഇതിനെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സാർ. അതും എൻ്റെ നാട്ടിലാണ്, കഷായം എൻ്റെ നാട്ടിലാണ്. ഇതൊക്കെ ഞാനിത് ആരോട് പോയി പറയും? ലോകം മുഴുവൻ നമ്മളെ കഷായത്തിനെതിരെ സംസാരിക്കും. ലേഡി മാക്ബത്ത് എന്നാണ് ഇന്നിപ്പോൾ എൻ്റെ വൈഫ് പുള്ളിക്കാരി ലേഡി മാക്ബത്തും അല്ല, ലേഡി മാക്ബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കലക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മീഡിയ പറയുന്നത് നീലത്തുരുശാണോ,
അതല്ല, നീല നിറമാണ്, അതെന്താണ് സാധനം? പക്ഷെ കഷായം കുടിക്കും. തൊട്ടിപ്പുറത്ത് സമാധിയെ കുറിച്ചിട്ടുള്ള ഒരു കാലാവസ്ഥ. ഇതെങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനൊരൊറ്റ വഴിയുള്ളൂ. നമ്മളൊരു ഏണസ് മാൻഡലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിലൂടെ, ഒരു തുടരുന്ന വിപ്ലവത്തിലൂടെ നമ്മളിതിനെ പരിവർത്തിപ്പിച്ചു. പക്ഷേ ഈ പരിവർത്തിപ്പിച്ചത് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക കാലാവസ്ഥ. ഇപ്പം 124 ഷിനുലാലൊക്കെ സത്യത്തെ ആക്രമിക്കപ്പെടേണ്ട കാലം കഴിഞ്ഞ്. ഷിനുലാൽ എഴുതുന്ന കണക്കൊക്കെ വെച്ചിട്ട് ആക്രമിക്കപ്പെടേണ്ട ഒരു കാലാവസ്ഥ. അദ്ദേഹം അതിനിശ്ചിതമായി ഇതിനെ പൊളിച്ച് എഴുത്തിലേക്കുണ്ട്. ഇരുവായിക്കൊള്ളട്ടെ, അടിയായിക്കൊള്ളട്ടെ, അത് സമ്പർക്കക്രാന്തിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് പുറത്തു വന്നു. അതിനകത്തൊക്കെ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഈ പൊളിറ്റിക്സ് ഇതിനെ ഇങ്ങനെ ഇടിച്ച് തകർത്ത ഡെമോക്രസിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാമൂഹിക കാലാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടായി. നാം വിജയിച്ചു. നാം ഈ പറയുന്നതൊന്നും വെറുതെ അല്ല. നാം പറയുന്ന ഭൂതകാലം എന്നുള്ളതൊരു കാൽപ്പനിക ഭൂതകാലമല്ല. നാം സമരം ചെയ്ത് നേടിയെടുത്തതിനെക്കുറിച്ച് പറയുന്നത് കേവലമായിട്ടുള്ള വാദഗതികൾ ഉറപ്പിക്കുകയല്ല. അത് പെരുമ്പാവൂർ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് EMS എഴുതിയത് വായിക്കുമ്പോഴും, പെരുമ്പാവൂർ സമ്മേളനത്തിൽ സുകുമാർ അഴീക്കോടിന് മറുപടി പറയുമ്പോഴും EMS കൊടുത്ത മറുപടി വളരെ പ്രസക്തമാണ്. സമ്മേളനത്തിൽ അഴീക്കോട് പറഞ്ഞു, 10-60 മനുഷ്യർ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നെ കഴിഞ്ഞ 13ാം പാർട്ടി കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു. 10,000 മനുഷ്യരുടെ മുന്നിൽ സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചു എന്ന് അഴീക്കോട് പറഞ്ഞു. ഇപ്പോൾ EMS അതിൻ്റെ പ്രതികരണം എഴുതുകയാണ്. അഴീക്കോട് കണ്ട് ഞെട്ടിയ ഈ 10,000 മനുഷ്യരെന്ന് പറയണത് പെട്ടെന്നുണ്ടായ മനുഷ്യ സമൂഹമല്ല. അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എന്നതുപോലെ സാംസ്കാരിക ജീവിതത്തിലും ഉയർന്നു വരുന്ന ഒരു ജനസമുദായത്തെ സൃഷ്ടിക്കാനാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം തൊട്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വരെ പരിശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ 13ാം പാർട്ടി കോൺഗ്രസിൽ സുകുമാർ അഴീക്കോട് കണ്ട ജനക്കൂട്ടത്തെ ഉണ്ടാക്കി കൊടുത്തത് ബ്രാഞ്ച് സെക്രട്ടറിമാരല്ല. ജീവൽ സാഹിത്യ സംഘം തൊട്ട് പുരോഗമന കലാസാഹിത്യ സംഘം വരെയുള്ള ചിന്തയുടെ രാഷ്ട്രീയമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അഴീക്കോടിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലം സമ്മേളനത്തിൽ വെച്ച് ഞാനത് കണ്ടിട്ടുണ്ട്, അഴീക്കോടിൻ്റെ പ്രസംഗം. ഞാനതിവിടെ കോട്ട് ചെയ്യുന്നില്ല. ആ സാഹചര്യം ഒരു വശത്ത്. മറ്റൊന്ന് ഞാനിപ്പോൾ ചുരുക്കുകയാണ്. 1957 സഖാവ് EMSൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ സംഭവിച്ച വേറൊരു ബൗദ്ധികമായ പരിവർത്തനമുണ്ട്. സത്യത്തിൽ ഈ കത്തോലിക്ക സഭ ഒന്ന് ഇളകിയല്ലോ. കത്തോലിക്ക സഭ ഇളകുകയും അത് വിമോചന സമരത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മുടെ രാഷ്ട്രീയമായ ആഖ്യാനം. പക്ഷെ അത് മാത്രമല്ല സംഭവിച്ചത്. കത്തോലിക്ക സഭ ബുദ്ധിപരമായി ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ചു. അവർ ചെയ്തത് കുറച്ച് അച്ഛന്മാരെ തിരഞ്ഞെടുത്തിട്ട് മാർക്സിസം പഠിക്കാൻ വേണ്ടി റോമിലേക്ക് വിട്ടു. ഈ റോമിലേക്ക് പോയ അച്ഛന്മാരിൽ 90% കത്തോലിക്ക സഭയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ പഠിച്ചെടുത്തില്ല. പക്ഷെ ഒരു സാധനം ഒന്നാം തരം ഒരു വിഷവിത്തായി മാറി. പുള്ളിക്കാരൻ്റെ പേരാണ് ഫാദർ കാപ്പൻ പോയിട്ട് അവിടെ നിന്ന് 5-6 പുസ്തകങ്ങളുമായിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് മനുഷ്യപുത്രനായ യേശു എന്നുള്ളതാണ്. ഇത് വായിച്ചിട്ട് വത്തിക്കാൻ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം പിന്നീട് പള്ളികളുടെ കെട്ടിടങ്ങളിലല്ല താമസിച്ചത്, വാടക റൂമുകളിൽ താമസിച്ചിട്ട് പുള്ളി മാർക്സിൻ്റെ ആദ്യകാല കൃതികളിലെ വിപ്ലവ മൂല്യത്തെക്കുറിച്ച് എഴുതാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വിശ്വാസത്തിൽ നിന്ന് വിപ്ലവത്തിലേക്ക് എന്ന പുസ്തകമുണ്ടല്ലോ. സത്യത്തിൽ ഈ കാലത്ത് നിന്നൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാപ്പനെ ജനാധിപത്യ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നതിന് സഹായകമായ ഒരു കാര്യമാണ്. കാപ്പൻ്റെ 1-2 ഒബ്സർവേഷൻ ഉണ്ട്. കേരളത്തിൽ വിപ്ലവം സംഭവിച്ചു, ലോകമെമ്പാടും വിപ്ലവം സംഭവിച്ചു. ഈ വിപ്ലവത്തിൻ്റെ പ്രക്രിയയിൽ സഭ, കത്തോലിക്ക സഭ അടക്കം പ്രവർത്തിച്ചത് ഒരു ദ്വിമുഖ രൂപത്തിലാണ്. സ്വരാജ് സാബ് ഒരു വാക്ക് പറഞ്ഞല്ലോ, ദ്വന്ദ്വാത്മകത. സത്യത്തിൽ ആ സമയത്ത് ഞാനത് ആലോചിക്കാതെ, കാപ്പൻ ആംബിഗ്വസ് എന്നാണ് കാപ്പൻ പറയുന്നത്. ആംബിഗ്വസ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. ദ്വന്ദ്വാത്മകം എന്ന ട്രാൻസ്ലേഷന് വട്ടമറ്റം കൊടുക്കുന്നത് പ്രവർത്തിച്ചു. അതെങ്ങനെയെന്ന് വെച്ചാൽ, അല്ലേ, ഒരു വശത്ത് സഭ വിപ്ലവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായി അബോധമായി പ്രവർത്തിച്ചു. കാരണം സഭ സംസാരിച്ചത് ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടാണ്, സഭ സംസാരിച്ചത് ചൂഷണത്തെക്കുറിച്ചിട്ടാണ്, സഭ സംസാരിച്ചത് മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്.
ഇതെല്ലാം പറഞ്ഞിട്ട് സഭ ഒരു കാര്യം പറയും, ഇതൊക്കെ ദൈവകൽപ്പിതമാണ്. ഇതിലെ ആദ്യത്തെ ഭാഗം ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം ഉൽപ്പാദിപ്പിച്ചു, അടിമത്തത്തെക്കുറിച്ചിട്ടുള്ള ബോധം ഉൽപ്പാദിപ്പിച്ചു. അതൊരു പക്ഷേ പിൽക്കാലത്ത് കാഞ്ചാലയെ വേറൊരു തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചൂഷണത്തെക്കുറിച്ചിട്ടുള്ള ബോധം ഉൽപ്പാദിപ്പിച്ചു. ഇത് വിപ്ലവത്തിന് സഹായകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഇപ്പോൾ MTയെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു PJ ആൻ്റണി എന്ന പണ്ട് പള്ളിയിൽ പോയിരുന്ന ഒരു മനുഷ്യനാണ് ഭഗവതിയുടെ മുമ്പിൽ കാറ് തുപ്പിയത്. PM ആൻ്റണിയാണ് കർത്താവ് പണി തുടങ്ങുന്നിടത്തുന്ന ഒരു നാടകം ആരംഭിച്ചിട്ട് ആറാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു നാടകം സൃഷ്ടിച്ചെടുക്കുന്നത്. CJ തോമസ് ആണ്, അതല്ലെങ്കിൽ CJയുടെ ജീവിത പങ്കാളിയാണ്. കർത്താവിനെ കണ്ടെത്തുന്ന ഒരു അന്വേഷണത്തെ വിപ്ലവത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വികസിപ്പിച്ചു. പക്ഷേ ആംബിഗ്വസായി പ്രവർത്തിച്ചു. എങ്ങനെയെന്നാൽ ഇത് പ്രതിവിപ്ലവത്തിനും കാരണമായി തീർന്നു. ഇന്നിപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ വിപ്ലവാത്മകമായ പ്രവർത്തനത്തിൻ്റെ കുപ്പി അടച്ചു വയ്ക്കുകയും പ്രതിവിപ്ലവത്തിൻ്റെ വിത്തുകൾ സഭകളിൽ നിന്ന് രൂപപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സഭ സംഘപരിവാറിനെ അനുകൂലിക്കുന്നത് എന്നുള്ളൊരു ഡിബേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നുന്ന കാപ്പനിൽ വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ മുജാഹിദിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ പണ്ടൊക്കെ സത്യത്തിൽ നാട്ടിലൊക്കെ ഒരു പള്ളിയേ ഉള്ളൂ, ഒറ്റ പള്ളിയേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പർദ്ദയൊന്നും ഇടതില്ല. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയാം, എൻ്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു. പുള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഉമ്മുമ്മ പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പർദ്ദ ഇടാതെയാണ് മരിച്ചു പോയത്. എൻ്റെ ഉമ്മുമ്മയുടെ മിക്കവാറും മക്കളൊന്നും പർദ്ദ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനല്ല സ്ഥിതി. പർദ്ദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട്. അപ്പോൾ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്, ഞാൻ പർദ്ദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ, എൻ്റെ അനുഭവം ഞാൻ പറയാം, അതും പറയണമല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ കഅബയിൽ പോയ സമയത്തായിരുന്നു. കഅബയിൽ പോയ സമയത്ത് ഈ വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാണ് വിശിഷ്ടമായ വസ്ത്രം, ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. കുറേ എണ്ണം നാട്ടിൽ അവിടെ കേരളത്തിൽ കിടപ്പുണ്ട്, അവിടെ ജെൻഡർ ന്യൂട്രൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ ഒരേ ഈ വൈഫെന്ന് പറയാനും പാടില്ല എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയാന്ന് പറയാം ജീവിതം, പങ്കാളി ജീവിതം. ഷീസ് മൈ പാർട്ട്ണർ, അവൾ രേന. അപ്പോൾ അവൾ എന്നോട് ഇക്കാ ഇത് നോക്ക്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. കഅബയുടെ ഒരു 50 മീറ്റർ പുറത്താ. അവിടുത്തെ ലേഡി പോലീസ് സ്റ്റാഫാണേ, നല്ല ജീൻസ് മറ്റേ പാൻസൊക്കെ ഇട്ടിട്ട് ഉടുപ്പ്, പർദ്ദയൊന്നും ഇട്ടിട്ടില്ല. ഇതേ ഡ്രസ് കോഡാണ് അവിടുത്തെ പുരുഷ പോലീസിനും. അപ്പം അവിടെ മാറിക്കൊണ്ടിരിക്കുക. ഒരു സോഫിയയ്ക്ക് അവിടെ പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച സാധനം സെക്കൻഡായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ ഇത് വാരിയിട്ടുകൊണ്ട് നടക്കുക. ആ സൗദി അറേബ്യയുടെ മാറ്റം വിപ്ലവകരമാണ്. സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. സൗദി അറേബ്യയിലേക്ക് ബുക്ക് സ്റ്റോളുകൾ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുക സാർ, നിർത്തി. ബുക്ക് സ്റ്റോളുകൾ തുറന്നു, ശശി തരൂരിൻ്റെ പുസ്തകം വായിക്കാൻ പറ്റുന്നു. അവിടെ ഗാന്ധിയുടെ പുസ്തകം, വാട്ട് ഈസ് എത്തീസം എന്നുള്ളത് പുസ്തകം അവിടെ വായിക്കാൻ പറ്റുമ്പോൾ ഇവിടെ അത് നിരോധിക്കുകയും സാഹിത്യത്തിനെതിരെ. അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ നിർത്തുന്നു. ഞാൻ 20 മിനിറ്റിനകത്ത് നിർത്തണമെന്നാണ് വിചാരിച്ചത്, സോറി. ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ സ്പെഷ്യൽ ഡിനോമിനേഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് സ്പെഷ്യൽ ഡിനോമിനേഷൻ? അത് ശബരിമല സംവാദം നടക്കുന്ന സമയത്ത് അയ്യപ്പ സേവാ സമിതി സുപ്രീം കോടതിയിൽ പോയ കേസിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്, CSI പോലെയുള്ളവ സ്പെഷ്യൽ ഡിനോമിനേഷനാണ്. CSIയുടെ വിഷയത്തിൽ ലാറ്റിൻ കാത്തലിക് ഇടപെടില്ല. ഞങ്ങളെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം. സുപ്രീം കോടതി പറഞ്ഞാൽ അത് പറ്റില്ല. അയ്യപ്പ സേവ എന്നൊരു പ്രത്യേക മതമല്ല, അതിലെല്ലാ മതത്തിനും വരാൻ പറ്റും. ആക്ച്വലി ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിണാമം എന്നാൽ ഇത് സ്പെഷ്യൽ ഡിനോമിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്റ്റ് വേറൊരു സെക്റ്റിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല. ഉറപ്പാ, ഞാൻ അനുഭവത്തിനകത്തെന്ന് പറയാം. ചില സാധനങ്ങൾ വീട്ടിനകത്തോട് കയറി വന്നാലുണ്ടല്ലോ, വീടിനകത്തുള്ള സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു പോകും. അങ്ങനെ പ്രവർത്തിക്കുന്നൊരു പത്രം തന്നെയുണ്ട്. അതിൽ ഒരു പുള്ളിക്കാരനാണ് ഇരുന്ന് ചാനലിൽ പറഞ്ഞത്, ഒസാമ ബിൻ ലാദൻ ഈസ് ഈക്വൽ ടു ഭഗത് സിംഗ്. ആക്ച്വലി ഒസാമ ബിൻ ലാദൻ അല്ല, ഒസാമ ബിൻ അമേരിക്ക എന്നാണ് പറയേണ്ടത്. ഈ ലാദനെ ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയാണ്. അതായത് ആ അമേരിക്കയെ തന്നെ അയാൾ അടിച്ചിട്ടു. ഈ പൊളിറ്റിക്സ് ഒരു സ്പെഷ്യൽ ഡിനോമിനേഷനായി കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അത് നമ്മുടെ ജനാധിപത്യ സെക്യുലർ വോട്ട് ബാങ്കിലുണ്ടാക്കുന്ന അപകടകരമായ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഇത് കേവലമായ തിയററ്റിക്കൽ അസംഷനായിട്ട് ഞാൻ പറഞ്ഞതല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചാണ്. താങ്ക് യു.